ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വർക്കൗട്ട് വീഡിയോ കുറച്ച് ദിവസമായി ആഡ് ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു വർക്കൗട്ട് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പുഷപ്പിലാണ്. ഒരു 5 റെപ്സ് നമ്മൾ ചെയ്യുന്നുള്ളൂ. മാക്സിമം വെറൈറ്റി നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് പുഷപ്പിലേക്ക് കിടക്കാം. നമ്മളപ്പോൾ ഇതിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് നോർമൽ പുഷപ്പാണ്. ഷോൾഡർ എടുത്ത് 5 എണ്ണം നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈഡ് ഗ്രിപ്പാണ്. കുറച്ച് ലെങ്ത് കൂട്ടി വെച്ചിട്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്ലോസ് ഗ്രിപ്പാണ്. ലെങ്ത് കുറച്ച് വെച്ചിട്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പൈക്കാണ്. ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡയമണ്ടാണ്. നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് നക്കിളാണ്. മങ്കി റിവേഴ്സ് ഗ്രിപ്പ്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആർച്ചർ. ആർച്ചർ എടുക്കുമ്പോൾ ആദ്യം പൊസിഷനിലേക്ക് എടുക്കുക, എന്നിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ആർച്ചർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സിംഗിൾ ഹാൻഡാണ്. അത് ഇതിനടിക്കാം. നമ്മളപ്പോൾ ക്യാമറയുടെ ആംഗിൾ ഒന്ന് ചേഞ്ച് ചെയ്യണതാണ്. ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിംഗർ പുഷപ്പാണ്. ഫിംഗർ ചെയ്യാൻ നേരത്ത് സോഫ്റ്റ് ആയിട്ടുള്ള സർഫേസിൽ ചെയ്യാതിരിക്കുക. പറ്റുമെങ്കിൽ ഹാർഡായിട്ടുള്ള ഫ്ലോറിൽ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ആംഗിൾ ഒന്ന് ചേഞ്ച് ചെയ്യണേ. ആദ്യം പോകുന്നത് 5 ഫിംഗറാണ്, 5 എണ്ണം. ഓക്കെ,
ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 3 ഫിംഗറാണ്, 3 ഓക്കെ. നമ്മളിനി അടുത്ത ചെയ്യാൻ വേണ്ടി പോകുന്നത് 2 ഫിംഗറാണ്. കുറച്ച് നാളായി ചെയ്തിട്ട്, അപ്പോൾ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. അത്രക്ക് പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാനില്ല, എന്നാലും നമ്മൾ ചെയ്തു തീർത്തു. കാരണം ഈ കൈൻ്റെ ഈ ഒരു ഭാഗം ചെറുതായിട്ട്, വലിയ ടച്ചൊന്നുമല്ല, ചെറുതായിട്ട് ടച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പക്ഷേ അതങ്ങനെ ടച്ച് ചെയ്യാൻ പാടില്ല. കുറച്ചും കൂടി ഫിംഗർ കറക്റ്റായിരുന്നു ഇങ്ങനെ ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് ചെറുതായിട്ടൊന്ന് പോയി താഴെ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാരണം ഇത് കൂടുതൽ വൈഡായി പോകുന്നുണ്ടാണ്. സ്ട്രെങ്ത്ത് കുറയുമ്പോഴാണ് അങ്ങനെ വൈഡായി പോകുന്നത്. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞ് ഫിംഗർ കഴിഞ്ഞു, സിംഗിൾ ഫിംഗർ ചെയ്യുന്നില്ല. അല്ല, ഞാൻ ചെയ്യാറില്ല, കുറേ കാലമായി ചെയ്തിട്ട്. സിംഗിൾ ഫിംഗർ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്തിരുന്നത്, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും പണ്ട്, എനിക്കൊരു 10-15 വർഷം മുന്നേ. ഇപ്പോൾ ഞാനത് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്ലയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി കുറച്ച് കാർഡിയോ മിക്സ് ചെയ്ത പുഷപ്പാണ് വരുന്നത്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ജമ്പ് ആൻഡ് ക്ലാപ്പാണ്, ഓക്കെ. അടുത്ത നമ്മൾ ട്രൈ ചെയ്യുന്നത് സൂപ്പർമാനാണ്. ഇതിൽ നമ്മൾ ഹാൻഡ്സ് സൂപ്പർമാൻ്റെ പോലെ ഫ്രണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു, ഓക്കെ. ഈ ഒരു കാറ്റഗറിയിൽ നമ്മളുടെ ലാസ്റ്റത്തെ പുഷപ്പാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്ലയോയിൽ ടോ ടച്ചാണ് നമ്മളിതിൽ ചെയ്യുന്നത്, ഓക്കെ. മാക്സിമം ലെഗ് സ്ട്രെയിറ്റ് ചെയ്ത് തന്നെ ടച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത് റോളിംഗ് പുഷപ്പാണ്. നമ്മൾ 2 സൈഡിലേക്ക് റോൾ ചെയ്തിട്ടാണ് പുഷപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 90-95% ലോഡ് നമ്മളുടെ സിംഗിൾ ഹാൻഡിലായിരിക്കും വരുന്നത്. ആ റേസ് ചെയ്യുന്ന ടൈമിൽ ഒരു കാർഡിയോ വർക്കൗട്ട് കൂടിയാണ് നമുക്ക് ട്രൈ ചെയ്യുക. അടുത്തൊരു മൂമെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് ലെഗ് റൊട്ടേഷനാണ്. ലെഗ് റൊട്ടേഷൻ ചെയ്തിട്ട് അതിലൊപ്പം പുഷപ്പ് ചെയ്യുന്നത്, ഓക്കെ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷപ്പിൻ്റെ നോർമൽ ബെനിഫിറ്റ്സ് തന്നെ നമ്മുടെ അപ്പർ ബോഡിക്ക് ഈ ഒരു വർക്കൗട്ടിൽ കിട്ടുകയുള്ളൂ എങ്കിൽ കൂടി നമ്മൾക്ക് നല്ലൊരു ലെഗ് മൂവ്മെൻറ്റ് കിട്ടും. അതുകൂടാതെ അത്യാവശ്യം സ്റ്റാമിന ആണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് പുഷപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ചിലർ ചോദിക്കും ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്താണ് യൂസ് എന്ന് ചോദിക്കും. അതുകൊണ്ടിട്ട് പറഞ്ഞാണ് എസ്പെഷ്യലി നമ്മളുടെ സ്റ്റാമിന അല്ലെങ്കിൽ ആ ഒരു എൻഡുറൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വർക്കൗട്ടാണ്. അപ്പം അതിലേക്ക് പോവാം. ലെഗ് പുറത്തേക്കാക്കി പിടിക്കും, ഓക്കെ. ലെഗ് ചേഞ്ച് ചെയ്യേണ്ടതാണ്. മിക്ക കേസിലും ലെഗ് ചേഞ്ച് ചെയ്യില്ല, ചേഞ്ച് ചെയ്യാതെ തന്നെയാണ് ചെയ്യുന്നത്. ലെഗ് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് 2 ലെഗ് ഓൾട്ടർനേറ്റീവായിട്ടാണ് ചെയ്യും, ഓക്കെ.
ക്യാമറ ഞാൻ കുറച്ചുകൂടി വൈഡാക്കിയാണ് ഈ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം ഫോളോ ചെയ്യുന്നു, ഫോളോ ഒറ്റ തവണയേ ഉള്ളൂ. ആദ്യം ഫോളോ ചെയ്യുന്നു, ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ലെഗ് ഹാൻഡ്സിൻ്റെ പവർ യൂസ് ചെയ്ത് വലിച്ച് ഫ്രണ്ടിലേക്ക് എടുക്കുന്നു. അവിടെ നിന്ന് ബാക്കിൽ കൊണ്ടുപോയി ലെഗ് ടച്ച് ചെയ്യുന്നു. അവിടെ നമ്മൾ ഷൂട്ടപ്പ് അടിക്കുന്നു. ഷൂട്ടപ്പ് അടിച്ച് വീണ്ടും പുഷപ്പിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് വരുന്നു. വീണ്ടും മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതും പുഷപ്പ് എന്നുള്ളൊരു രീതിയേക്കാൾ കൂടുതലായിട്ട് നല്ലൊരു കാർഡിയോ വർക്കൗട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം. ഫോർ ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്ക്, ഓക്കെ, ഇവിടെ നിന്ന് ബാക്കിലേക്ക്, അപ്പോൾ ലൈറ്റ് ഏകദേശം പോയി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത വർക്കൗട്ടുകളെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വർക്കൗട്ട് വീഡിയോസ് ആഡ് ചെയ്തില്ല, അതുകൊണ്ടിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ആഡ് ചെയ്യാൻ നമ്മൾ ഷൂട്ട് ചെയ്യണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ടിലൊക്കെ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വെറൈറ്റി പുഷപ്പുകളാണ്. നിങ്ങളുടെ സ്ട്രെങ്ത്ത് മാത്രമല്ല എൻഡ്യൂറൻസും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു വർക്കൗട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.